എടയൂർ പുല്ലംപറമ്പ് അറവുമാലിന്യ പ്ലാന്റിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ ജനകീയ കൂട്ടായ്മ. മെയ് 2 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് പ്ലാന്റ് പരിസരത്തേക്ക് ജനകീയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ എടയൂർ പഞ്ചായത്തിലെ കാരേക്കാട് പുല്ലുപറമ്പ് പ്രദേശത്ത് ജനവാസ മേഖലയിൽ നിയമവിരുദ്ധമായി എക്കോമിസ്റ്റ് പ്രോട്ടീൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ സ്ഥാപിക്കാനൊരുങ്ങുന്ന അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ ജനകീയ കൂട്ടായ്മ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി മെയ് 2 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് പ്ലാന്റ് പരിസരത്തേക്ക് ജനകീയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ ഭൂമി കയ്യേറിയും സർക്കാർ പതിച്ചു നൽകിയ ഭൂമിയിലേക്കും ഭാവിയിൽ പതിച്ചു നൽകാനുള്ള ഭൂമിയിലേക്കുമുള്ള വഴി കയ്യേറിയും പരിസ്ഥിതി നിയമങ്ങൾ കാറ്റിൽ പറത്തിയും നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നാടിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചാൽ കിലോമീറ്ററുകളോളം ദുർഗന്ധം പടരുകയും വായു ജലസ്രോതസ്സുകൾ മലിനമാകുകയും ചെയ്യും. കാരേക്കാട് എടയൂർ പാങ്ങ് പ്രദേശത്തെ ജനങ്ങൾ ആശ്രയിക്കുന്ന ജലസ്രോതസ്സുകളുടെ ഉത്ഭവ പ്രദേശമായ പുല്ലുപറമ്പ് പ്രദേശം മലിനമാകുന്നതോടെ ആ പ്രദേശത്തെ ആയിരക്കണക്കിന് ജനങ്ങൾ ജീവിതകാലം മുഴുവൻ കുടിവെള്ളം ലഭിക്കാതെ ദുരിതത്തിലാവുകയും ചെയ്യും. സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ബഡ്സ് സ്കൂൾ, സൈത്തൂൻ റെസിഡൻഷ്യൽ കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നിലനിൽപ്പിനെ ഗുരുതരമായി ബാധിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പുല്ലംപറമ്പ് പ്രദേശം എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ എടയൂർ ഗ്രാമപഞ്ചായത്തിൽ പകുതിയോളം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗങ്ങളിൽ 2 ഭാഗങ്ങളും ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ വടക്കേ അറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറുവ ഗ്രാമപഞ്ചായത്തിൻ്റെ ബോർഡർ പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പുല്ലംപറമ്പ്, ഈ കോയിമാലിൻ്റെ പ്ലാന്റ് വരുന്ന സ്ഥലം. അപ്പോൾ ഇത് വരുന്ന സമയത്ത് ഇതിന് ബന്ധപ്പെട്ട ഇതിൻ്റെ ആളുകളോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാരണവശാലും നിങ്ങൾ ഈ കോയിമാലിൻ്റെ പ്ലാന്റ് ജനങ്ങൾക്ക് പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റ് ഇവിടെ കൊണ്ടുവരരുത് എന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട അതോറിറ്റിയോട് നമ്മൾ കൃത്യമായിക്കൊണ്ട് നമ്മൾ സംസാരിച്ചതാണ്. പക്ഷേ ഇതൊന്നും ഇവർ മുഖവിലക്കെടുക്കാതെ അവരുടെ ധാർഷ്ട്യത്തോടു കൂടി അവരുടെയൊക്കെ സാമ്പത്തിക സ്രോതസ് അവരുടെ കൈകൾ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ, അതിൻ്റെ ആ ഒരു എന്താ പറയുക അഹങ്കാരം കൊണ്ട് ഞങ്ങളവിടെ കൊണ്ടുവരും എന്നുള്ള ഒരു ധാർഷ്ട്യം അവർ നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട മാധ്യമ ആളുകളോട് പറയാനുള്ളത്, നമുക്കറിയാം നമ്മൾ ഇതിൽ വന്ന മാധ്യമപ്രവർത്തകർ പലരും എടയൂർ പഞ്ചായത്തിലുള്ള ആളുകളുണ്ട്, എനിക്കറിയാം. ഇത്തരം കോയിമാലിൻ്റെ പ്ലാന്റ് വന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം ഒരു ചെറിയ രോഗം ഉണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻ കയറിയിട്ട് അത് വലിയ മാറാവ്യാധി രോഗം വന്നിട്ട് ഇന്നും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം പല ഇത്തരം കോയിമാലിൻ്റെ പ്ലാന്റ് വന്ന സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നാടിന്റെ ഐക്യം വിളിച്ചോതുന്ന പ്രക്ഷോഭത്തിൽ പഞ്ചായത്ത് ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. നാടിനെ മാലിന്യ കൂമ്പാരമാക്കാൻ വിട്ടു നൽകില്ലെന്നും അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും സംഘാടക സമിതി വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ ജനകീയ കൂട്ടായ്മയ്ക്ക് വേണ്ടി സംഘാടക സമിതി അംഗങ്ങളായ നാസർ എ പി, എ കെ റിഫായി, എ കെ മാനു, സിക്കന്ദർ പി കെ, ബഷീർ കെ കാരക്കാട് എന്നിവർ പങ്കെടുത്തു. നീയാണ് സ്വർണം, നിനക്കാണ് തിളക്കം.